ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ടരികിലായി ഇപ്പോൾ നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു കൊടിമരം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടിമരം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ശരത്ലാലിന് വെട്ടേൽക്കുന്നത്. എനിക്ക് തൊട്ടരികിൽ തന്നെ ഇപ്പോൾ ഒരു കാട് പിടിച്ചൊരു മേഖല കാണാം. ഈ വഴിയിലൂടെയാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കൃപേഷ് പിന്നീട് 200 മീറ്ററോളം ഓടി കാട്ടിനകത്തേക്ക് ചെല്ലുകയായിരുന്നു. അതിലൂടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു കുറുക്കു വഴി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൃപേഷിന് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തി ഇത്തരത്തിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് വീട്ടുകാരോടും നാട്ടുകാരോടും പറയാനുള്ള തത്രപ്പാടിനിടയിലാണ് പിന്നീട് വീണ്ടും ഈ അക്രമി സംഘം കാടിനകത്തേക്ക് കയറി ചെന്ന് കൃപേഷിനെ കണ്ടെത്തി പിന്നീട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നത്. പിന്നീട് ശരത്ലാലിന്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പരിസരത്തുള്ള ഒരു കല്യാണ വീട്ടിൽ നിന്നും ജീപ്പിൽ മടങ്ങുന്ന സമയത്താണ് ശരത്ലാലിന്റെ സഹോദരിയായ അമൃത അടക്കമുള്ള ആളുകൾ റോഡിൽ ഈ ഒരു ഭാഗത്തായി ഇവിടെ മറഞ്ഞു കിടന്നിരുന്ന ബൈക്ക് കാണുന്നത്, തൊട്ടപ്പുറത്ത് രക്തം തളം കെട്ടി കിടക്കുന്നത് കാണുന്നു. അപ്പോഴാണ് പിന്നീട് തന്റെ സഹോദരന് ധരിക്കുന്നതിന് സമാനമായ വസ്ത്രം ധരിച്ച ഒരാൾ റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടാണ് സഹോദരിയായ അമൃത റോഡിലേക്ക് ഇറങ്ങി ഓടി വരുന്നത്. പിന്നീട് അത് ശരത്ലാൽ തന്നെയാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ശരത്ലാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മരണം സംഭവിച്ചിരുന്നില്ല. പിന്നീട് ആദ്യം കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് മംഗലാപുരത്തേക്കുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ശരത്ലാലിനെ മരണം സംഭവിക്കുന്നത്. പിന്നീട് അതിനുശേഷം നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ്, കാരണം ശരത്ലാൽ ഒറ്റയ്ക്കായിരുന്നില്ല, ശരത്ലാലിനോടൊപ്പം കൃപേഷും ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞതിനനുസരിച്ച് പിന്നീട് ഈ പരിസരങ്ങളിലൊക്കെ തന്നെ നടത്തിയ പരിശോധനയിലാണ് പിന്നീട് കൃപേഷിന്റെ മൃതദേഹവും കണ്ടെത്താനായത്. എന്തായാലും കൃത്യമായൊരു ആസൂത്രണം, കാരണം ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള എച്ചിലിടുക്കം എന്ന പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്, അവിടുത്തെ ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതികൾ 2 തവണയായി നടത്തിയ ഗൂഢാലോചനയ്ക്കൊടുവിലാണ് ഇങ്ങനെ ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് വെച്ച് കൃത്യമായി ഇവരെ ആക്രമിക്കാൻ കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകളിലേക്ക് പ്രതികൾ പോയത്. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഏകദേശം 700 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കല്യോട്ടെ പെരുങ്കളിയാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു നാട്ടുകാർ മുഴുവൻ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല പ്രദേശത്ത് 2 കല്യാണങ്ങൾ നടക്കുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിലേക്കൊക്കെ തന്നെ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരവസരവും ഒഴിവാക്കരുത് എന്നുള്ള ഒരു കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരത്ലാലും കൃപേഷും ഇവിടെ നിന്ന് ശരത്ലാലിന്റെ വീട്ടിലേക്ക് സുഹൃത്തിന്റെ കല്യാണത്തിന്റെ ഡ്രസ് കോഡിനുള്ള പണം സ്വരൂപിച്ച് വെച്ചിരുന്നു. അത് എടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് അവർ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ കൊലപാതകം നടക്കുന്നത്. നേരത്തെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ നാട്ടുകാരിൽ ചിലർ തന്നെ പറയുന്നത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന അപ്പു എന്ന രഞ്ജിത്ത് എന്ന വ്യക്തിയാണ് ഇവിടെ നേരത്തെ കല്ലോട് സ്കൂളിന്റെ തൊട്ടരികിലുള്ള പ്രദേശത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ഇവരിങ്ങോട്ട് വരുന്ന വിവരം ഈ കൊലപാതക സംഘത്തിന്, പീതാംബരൻ അടക്കമുള്ള കൊലപാതക സംഘത്തിന് വിവരം നൽകിയത്. അപ്പോൾ അവർ കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം സാറേ ഇത് കൃത്യമായി പറയുമ്പോൾ ഒരു നാട് മുഴുവൻ ഉത്സവത്തിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ചെങ്കൽ നിറഞ്ഞ പ്രദേശമാണ്. കാസർഗോഡിന്റെ പല ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന മേഖലയാണ്. അവിടെ മലയോര മേഖല ഒഴികെ, തീരദേശം ഒഴികെ ബാക്കി മേഖലയൊക്കെ ഇങ്ങനെ നിരന്ന സ്ഥലങ്ങളാണ്, ചെങ്കൽ പ്രദേശങ്ങളാണ്. അങ്ങനെ ആളൊഴിഞ്ഞ കുറ്റിക്കാട് നിറഞ്ഞൊരു പ്രദേശത്ത് വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഇപ്പോൾ ആ പ്രതികളെ എത്തിക്കുകയാണ്.